മായായാം ബിംബിതസ്ത്വം സൃജതി മഹദഹങ്കാര തന്മാത്രഭേദൈർഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകല ജഗത് സ്വപ്ന സങ്കൽപകൽപം ഭൂയഃ സംഹൃത്യ സർവം കമഠ ഇവ പദാന്യാത്മനാ കാലശക്ര്യാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. മായായാം ബിംബിതസ്ത്വം സൃജതി മഹദഹങ്കാര തന്മാത്രഭേദൈർഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി മഹദഹങ്കാര തന്മാത്രഭേദൈർഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകല ജഗത് സ്വപ്ന സങ്കൽപകൽപം ഭൂയഃ സംഹൃത്യ സർവം കമഠ ഇവ പദാന്യാത്മനാ കാലശക്ര്യാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. മായായാം ബിംബിതത്വം. മായായാം ബിംബിതത്വം. ഗുരുവായൂരപ്പ, മായയിങ്കൽ നിഴലിച്ചിരിക്കുന്നവനായ അങ്ങ്. മായായാം ബിംബിതത്വം എന്ന് പറയുമ്പോ ഗുരുവായൂരപ്പ, മായയിങ്കൽ നിഴലിച്ചിരിക്കുന്നവനായ അങ്ങ്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷ എന്നൊക്കെ. മായാസന്നിഹിത അപ്രവിഷ്ടവപുഷ എന്നൊക്കെ. മായയുടെ സാന്നിധ്യം മാത്രം, മായ പ്രവേശിക്കാത്തവൻ എന്നൊക്കെയാണ്. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷ മുമ്പ് പഠിച്ചതാണ്. ഇവിടെ പറയണു മായായാം ബിംബിതത്വം, മായയിങ്കൽ നിഴലിച്ചിരിക്കുന്നവനായ ഗുരുവായൂരപ്പ അങ്ങ്. മഹദഹങ്കാര തന്മാത്രഭേദൈഹി എന്ന് പറയുന്നു. മഹദഹങ്കാര തന്മാത്രഭേദൈഹി എന്ന് പറയുമ്പോൾ മഹത്തത്വം, അഹങ്കാരം, തന്മാത്രഭേദങ്ങൾ എന്നൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. മഹത്തത്വം, അഹങ്കാരം, തന്മാത്രകള്, പഞ്ചഭൂതങ്ങള്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇവിടെ പറയണു മഹദഹങ്കാര തന്മാത്രഭേദൈഹി. മഹത്തത്വം, അഹങ്കാരം, തന്മാത്രഭേദങ്ങൾ ഇവ കൊണ്ടും, പിന്നെ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി അപി. ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി അപി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ കൊണ്ടും. അപ്പോ മഹദഹങ്കാര തന്മാത്രഭേദൈഹി ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി അപി എന്ന് പറയുമ്പോൾ മഹത്തത്വം, അഹങ്കാരം, തന്മാത്രഭേദങ്ങൾ ഇവ കൊണ്ടും പഞ്ചഭൂതങ്ങൾ, ഭൂതഗ്രാമേന്ദ്രിയാദ്യ എന്നൊക്കെ പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ കൊണ്ടും. അപ്പൊ മഹദഹങ്കാര തന്മാത്രഭേദൈഹി ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി. മഹത്തത്വം, അഹങ്കാരം, തന്മാത്രഭേദങ്ങൾ ഇവ കൊണ്ടും പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ കൊണ്ടും സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി.
സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോ സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എന്നാണ്. സ്വപ്ന സങ്കൽപ്പ കൽപ്പം എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എന്ന് പറയാം. സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും സൃഷ്ടിക്കുന്നു. സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. സ്വപ്നത്തിൽ കാണുന്നത് സത്യമല്ല, ഉണരുമ്പോൾ സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. അപ്പോ മഹദഹങ്കാര തന്മാത്ര ഭേദൈഹി ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി അപി സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി എന്ന് പറയുമ്പോൾ മഹത്തത്വം, അഹങ്കാരം, തന്മാത്ര ഭേദങ്ങൾ ഇവ കൊണ്ടും പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. പിന്നീട് ഭൂയ കമഠ പദാനി ഇവ എന്ന് പറയുന്നു. ഭൂയ കമഠ പദാനി ഇവ, എല്ലാ ലോകങ്ങളും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഭൂയ കമഠ പദാനി ഇവ എന്ന് പറയുമ്പോൾ വീണ്ടും ആമ അതിൻ്റെ കാലുകളെ എന്ന പോലെ. ഭൂയ കമഠ പദാനി ഇവ എന്ന് പറയുമ്പോൾ വീണ്ടും ആമ അതിൻ്റെ കാലുകൾ എന്ന പോലെ, അതിൻ്റെ കാലുകളെ എന്ന പോലെ എന്ന് പറയാം. അതായത് ആമ അതിൻ്റെ കാല് ഉള്ളിലേക്ക് വലിക്കുന്നു, അതുപോലെ എന്നാണ്. ഇതാണ് പറഞ്ഞ ഭൂയ കമഠ പദാനി ഇവ, വീണ്ടും ആമ അതിൻ്റെ കാലുകളെ എന്ന പോലെ. കാലശക്ത്യ സർവം സംഹൃത്യ, കാലശക്ത്യ സർവം സംഹൃത്യ, കാലശക്തി കൊണ്ട് ഈ സൃഷ്ടിച്ചതിനെ എല്ലാം സംഹരിച്ചിട്ട്. കാലശക്ത്യ സർവം സംഹൃത്യ എന്ന് പറയുമ്പോൾ കാലശക്തി കൊണ്ട് എല്ലാ ലോകങ്ങളെയും സംഹരിച്ചിട്ട്. ആത്മന ഗംഭീരേ തമസി, ആത്മന ഗംഭീരേ തമസി ജായമാനേ, ആത്മന ഗംഭീരേ തമസി ജായമാനേ എന്ന് പറയുമ്പോൾ സ്വസ്വരൂപത്തോടു കൂടി അതികഠിനമായ ഇരുട്ട് ഉണ്ടായിരിക്കുമ്പോൾ, ആത്മന ഗംഭീരേ തമസി ജായമാനെ എന്ന് പറയുമ്പോൾ സ്വസ്വരൂപത്തോടു കൂടി അതികഠിനമായ ഇരുട്ട് ഉണ്ടായിരിക്കുമ്പോൾ. അപ്പോ സ്വപ്ന സങ്കൽപ്പ കൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായി
എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. പിന്നീട് ഭൂയ കമഠ പദാനി ഇവ, പിന്നീട് വീണ്ടും ആമ അതിൻ്റെ കാലുകളെ പുറകോട്ട് വലിക്കുന്ന പോലെ എന്ന് പറയാം. ഇവിടെ ഭൂയ കമഠ പദാനി ഇവ എന്ന് പറയുമ്പോൾ വീണ്ടും ആമ അതിൻ്റെ കാലുകളെ എന്ന പോലെ കാലശക്തിയ സർവം സംഹൃത്യ, കാലശക്തി കൊണ്ട് എല്ലാ ലോകങ്ങളെയും സംഹരിച്ചിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് ആത്മനാ ഗംഭീരേ തമസി ജായമാനേ, സ്വസ്വരൂപത്തോടു കൂടി അതികഠിനമായ ഇരുട്ട് ഉണ്ടായിരിക്കുമ്പോൾ ത്വം വിതിമിര ഭാസി, ത്വം വിതിമിര എന്ന് പറയുന്നു. ഗുരുവായൂരപ്പ അങ്ങ് ഇരുട്ട് ബാധിക്കാതെ ശോഭിക്കുന്നു എന്നാണ്. ത്വം വിതിമിര ഭാസി എന്ന് പറയുമ്പോൾ അതായത് ആത്മനാ ഗംഭീരേ തമസി ജായമാനെ, സ്വസ്വരൂപത്തോടു കൂടി അതികഠിനമായ ഇരുട്ട് ഉണ്ടായിരിക്കുമ്പോൾ ഗുരുവായൂരപ്പ അവിടുന്ന് വിതിമിര ഭാസി എന്ന് പറയാം, അങ്ങ് ഇരുട്ട് ബാധിക്കാതെ ശോഭിക്കുന്നു. തസ്മൈ തേ നമ, അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അവിടുത്തേക്ക് നമസ്കാരം. തസ്മൈ തേ നമ, അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം. ഒരു പ്രാവശ്യം കൂടി പറയാം. മായായാം ബിംബിതത്വം, ഗുരുവായൂരപ്പ മായയിങ്കൽ നിഴലിച്ചിരിക്കുന്നവനായ അങ്ങ്, മായയുടെ സാന്നിധ്യം മാത്രം, മായ പ്രവേശിക്കാത്ത സ്വരൂപത്തോട് കൂടിയവനായ ഗുരുവായൂരപ്പ അങ്ങ്. മായായാം ബിംബിതത്വം, മായയിങ്കൽ നിഴലിച്ചിരിക്കുന്നവനായ ഗുരുവായൂരപ്പ അങ്ങ് മഹദഹങ്കാര തന്മാത്ര ഭേദൈഹി ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി അപി, മഹത്തത്വം, അഹങ്കാരം, തന്മാത്ര ഭേദങ്ങൾ ഇവ കൊണ്ടും ഭൂതഗ്രാമേന്ദ്രിയാദ്യൈഹി അപി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടും സ്വപ്ന സങ്കൽപ്പകൽപ്പം സകല ജഗത് സൃജസി, സ്വപ്ന സങ്കൽപ്പകൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. സ്വപ്ന സങ്കൽപ്പകൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. ഈ കാണുന്നതൊന്നും സത്യമല്ല, എല്ലാം നശിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത് സ്വപ്ന സങ്കൽപ്പകൽപ്പം, സ്വപ്ന സങ്കൽപ്പകൽപ്പം സകല ജഗത് സൃജസി. ഗുരുവായൂരപ്പ ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ, സ്വപ്നം പോലെ, സ്വപ്നം സത്യമല്ല, ഉണരുമ്പോൾ സത്യമല്ല എന്ന് നമ്മൾ അറിയുന്നു. അതാണ് പറയണത് സ്വപ്ന സങ്കൽപ്പകൽപ്പം സകല ജഗത് സൃജസി, ഉറക്കത്തിൽ ചെയ്യുന്ന സങ്കല്പത്തിന് തുല്യമായ എല്ലാ ലോകവും ഗുരുവായൂരപ്പ അങ്ങ് സൃഷ്ടിക്കുന്നു. ഭൂയ കമഠ പദാനി ഇവ, വീണ്ടും ആമ അതിൻ്റെ കാലുകളെ എന്ന പോലെ, ആമ തൻ്റെ കാലുകളെ പുറകോട്ട് വലിക്കുന്ന പോലെ എന്നാണ്. അതാണ് ഭൂയ കമഠ പദാനി ഇവ, വീണ്ടും ആമ അതിൻ്റെ കാലുകളെ എന്ന പോലെ, കാലശക്തിയ സർവം സംഹൃത്യ, ഓടിക്കൊണ്ടിരിക്കുന്ന കാലശക്തി ആണ്. അതാണ് പറഞ്ഞ കാലശക്തിയ സർവം സംഹൃത്യ, കാലശക്തി കൊണ്ട് എല്ലാ ലോകങ്ങളെയും സംഹരിച്ചിട്ട്
ആത്മനാ ഗംഭീരേ തമസി ജായമാനേ, സ്വസ്വരൂപത്തോടു കൂടി അതികഠിനമായ ഇരുട്ട് ഉണ്ടായിരിക്കുമ്പോൾ, ആത്മനാ ഗംഭീരേ തമസി ജായമാനേ, സ്വസ്വരൂപത്തോടു കൂടി ആത്മന എന്നൊക്കെ പറയുമ്പോൾ ഗംഭീരേ തമസി ജായമാനേ, അതികഠിനമായ ഇരുട്ട് ഉണ്ടായിരിക്കുമ്പോൾ, ത്വം വീതിമിര ഭാസി ഗുരുവായൂരപ്പ, അങ്ങ് ആ കൂരിരുട്ട് ബാധിക്കാതെ ശോഭിക്കുന്നു. ത്വം വീതിമിര എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് ആ ഇരുട്ട്, ആ കൂരിരുട്ട് ബാധിക്കാതെ ശോഭിക്കുന്നു. തസ്മൈ തേ നമഃ, അപ്രകാരമുള്ള ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് നമസ്കാരം.